மேப்பாடிக்கு போகணுன்னு கீழே இறங்கி வந்தோம். மேலேருந்து பொருள் கொட்டி வந்தது. அதை பார்த்ததும் நாங்கள் ஓடி வந்தோம். ஓடி வந்தோடனே சளியெல்லாம் போட்டு எங்களை அமுக்கிடுச்சு. ஒரு வண்டி குறுக்க நிற்கலைன்னா நாங்கள் கீழே போயிருந்துருப்போம். பஸ் ஸ்டாப்பில் நிற்கிருந்தோம். தோட்ட தொழிலாளி நாங்கள் மீனாட்சி எஸ்டேட்டில் வேலை செய்கிறோம் நாங்கள். சத்தம் லைட்டா கேட்டு, ரொம்ப சத்தம் ஒண்ணு கேட்கல. சாதாரண இல்ல 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 நாங்க மேப்பாடிக்கு இறங்கி ஓடி வந்து ഓടി ഓടി വന്നത്. நாங்கள் 2 நாள் மொத்தம் நின்று மற்ற அங்கே பணியெடுக்கும் ஆൾക്കാർ நிறையா இருந்தது. കുറേ ആളുകൾ ഉണ്ട്. அது நாங்கள் இல்லை இல்லை வேற தொழிலாளி. அவங்க சுரங்கத்தில் பணியெடுக்கும் நாங்கள் வந்து எஸ்டேட்டில் பணியெடுக்கிறவங்க. കുറേ பேர் ഉണ്ടാകും. എന്താ അറിയില്ല. நாங்கள் ஓடி வரல, யாரும் இல்லை. எங்களுக்கும் தெரியல யாரும். நாங்கள் 3 நாள் மாத்திரம் അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒപ്പം നിൽക്കുമ്പോൾ 3 നാൾ മാത്രം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒന്നുമില്ല. കയ്യിലൊക്കെ മാറ്റുണ്ടായിട്ടുണ്ട്. മണ്ണിൽ ചളിയിൽ വീഴുന്നുണ്ട്. അതെ 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 അങ്ങനെ മനസ്സിലാവുന്നു. ഒരു വിഷ്വല് വന്നിട്ടുണ്ട്. ആ വിഷ്വല് ഉള്ളത് ചേച്ചിയാണോ? ഒരു ചീപ്പുകളിൽ കിടന്ന് നന്നാണ്. മേപ്പാടിക്ക് ഇറങ്ങി വന്നതാണ് ഞങ്ങൾ. വന്നിട്ട് ബസ്സിന് കാത്തിരുന്നതാണ്. ബസ്സിന് കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവം മുകളിൽ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങൾ. ചെറുതായിട്ട് കുറച്ചുണ്ടായിരുന്നു ഫസ്റ്റ്. ആദ്യം ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ 2 ആൾ അങ്ങോട്ട് പോകാനായിട്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് വന്ന് മണ്ണ് അടിച്ചു. ഇല്ലല്ല, വേറെ ആൾക്കാരില്ല. അവർ 3 ആളുണ്ടായിരുന്നു. അവരെന്തായാലും അറിയില്ല നമുക്ക്. ഇല്ല ഞങ്ങൾ 2 ആൾ മാത്രമേ ഉണ്ടായിരുന്നു. ഇല്ല അവിടെ ആരില്ല. പാൽരാജ്. ആ മുകളില് സിമെന്റൊക്കെ അടിച്ചു വെച്ചിരുന്നത്. ആ മണ്ണ് മുകളിലാണ് താഴെ വന്നത്. മണ്ണ് കൂട്ടിയിട്ട പ്രശ്നം നിങ്ങൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? നമ്മള് വീട്ടിന് തൊട്ടടുത്ത് മണ്ണ് അങ്ങനെ മുകളിൽ കുമിച്ച് വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. പേടിയുണ്ട് ഞങ്ങൾക്ക്. പേടിയുണ്ട്. രാത്രി അവരൊക്കെ പറഞ്ഞ് ഇഷ്ടമൊക്കെ പരാതി കൊടുത്തിക്കണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. എസ്റ്റേറ്റുകാർ പരാതി കൊടുത്തിട്ട് അവർ മണ്ണിടാനാണ് മണ്ണിടാനാണ് പറഞ്ഞിരിക്കണേ. അവർ മാനേജറൊക്കെ പോയി മാനേജർ സാറൊക്കെ പോയി പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വന്ന് അവിടെ മണ്ണ് കൊട്ടിട്ടില്ല. മണ്ണ് മാറ്റിയിട്ടില്ല. മണ്ണ് അവിടെ തന്നെ ഉണ്ട്. ആ മണ്ണില്ല. ഈ മണ്ണ് ഇടിഞ്ഞു വന്ന് ഇങ്ങോട്ട് അറിയില്ല. നമ്മളെ വീട്ടിൽ തൊട്ടടുത്ത് മണ്ണ് കുറേ വേറെ ഉണ്ട്. അവർ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കണം ഇപ്പോൾ. ഇല്ല, അവിടെ കൂട്ടിയിട്ട് ഇപ്പോൾ ഇട്ടിട്ട് കുറേ ദിവസമായി. പ്ലാസ്റ്റിക് ഒക്കെ പൊത്തി വെച്ചിരിക്കണം അവിടെ.